എമ്പാടും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അതായത് ക്രൂഷ്യൽ മൊമെന്റിലൂടെ നമ്മുടെ രാജ്യം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് എന്നറിയില്ല. ആ സമയത്ത് നമ്മുടെ രാജ്യത്തിനോട് കൂറും പ്രതിബദ്ധതയും ഉള്ളത് ആർക്കാണ് എന്ന് നമുക്കറിയില്ല. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയെ ചതിക്കുമോ? ചതിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ അനുഭവ പാഠം വെച്ചിട്ട് ഈ മതം എന്താണ്, ഈ മതപുസ്തകങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്, ഓരോ മതവിശ്വാസിയുടെയും ഉള്ളിൽ എന്തായിരിക്കും മതത്തെ സംബന്ധിച്ചിട്ടുള്ളത് എന്ന് ശരിക്കും ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇസ്ലാമിക പ്രമാണം ശരിക്കും മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയെ ചതിക്കും. ഇന്ത്യയെ ഒറ്റുകൊടുക്കാൻ കിട്ടുന്ന ഒരു സമയവും അവര് പാഴാക്കില്ല. ഇന്നലെ നമ്മൾ ഒരുത്തനെ കണ്ടില്ലേ, മുഹമ്മദ് സനൂഫ്. അതെ, അവൻ ഇന്ത്യയെ തുപ്പുമെന്നൊക്കെയാ പറഞ്ഞത്. ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുവാണ്. ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയെ തുപ്പുന്നത് കാണാനാണ് അവൻ കാത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ച് കാഫിറുകളെ ഒക്കെ ഉന്മൂലനം ചെയ്ത് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് അവൻ ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ അവന്റെ സഹോദരങ്ങളുണ്ട്, പാകിസ്ഥാനികളെ. ആ പാകിസ്ഥാനി സഹോദരങ്ങള് ഇന്ത്യയിലേക്ക് വരണം. പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വരണം, എന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കണം, കാഫിറുകളെ ഇല്ലാതാക്കണം. അതായിരുന്നു അവന്റെ ലക്ഷ്യമെന്നാണ് മുഹമ്മദ് സനൂഫ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ കണ്ടതാണതെല്ലാം. എന്നാലും ഇന്ന് ഞാൻ മറ്റൊരു പോസ്റ്റ് കൂടി എനിക്ക് കാണിക്കാനുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ ആദിൽ എന്ന കള്ളക്കഥ പൊളിഞ്ഞത് നിങ്ങളൊക്കെ കണ്ടല്ലോ. ഇവരെ മുസ്ലിങ്ങൾക്ക് അമുസ്ലിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്, ഇഷ്ടമാണ്, പ്രതിബദ്ധതയാണ് എന്നൊക്കെ കാണിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഒമർ അബ്ദുള്ള പുറത്തെടുത്ത ഒരു തന്ത്രമായിരുന്നു ഒരു ആദിൽ. അപ്പൊ അത് ഒന്നും കൂടി നമുക്കതൊന്ന് കാണാം, കാരണം അത് മറക്കാൻ പാടില്ലാത്ത വസ്തുതയാണല്ലോ. ഇതാണ് മുഹമ്മദ് സനൂഫ്. ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീര് ഞങ്ങൾ പിടിച്ചെടുക്കും, ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും, മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കർക്കിച്ചു തുപ്പും, കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും, എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ മുഴുവൻ കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും. സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. ഇതാണ് ആ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇരുമ്പ് നിക്കറിട്ട് മുറുക്കിയിരിക്കുന്ന ഭീകരവാദി, കൊടും ഭീകരൻ, കൊടും തീവ്രവാദി ഇവനാണ്. അപ്പൊ ഇവനെയൊക്കെ വെള്ള പൂശാനും ആളുകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇവനെയൊക്കെ അതാ ഞാൻ ടൈറ്റിൽ ഇട്ടത്, ഇന്ത്യക്ക് 4 ചുമരുകൾ ഉള്ളതുകൊണ്ട് ഇവർ ഒതുങ്ങി ഇവിടെ ജീവിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. എന്ന് ഇതെടുക്കാൻ കാരണമുണ്ട്. കണ്ണ് തീരെ അങ്ങോട്ട് ചെറിയ ലെറ്ററൊന്നും പിടിക്കുന്നില്ല, എന്നാലും എൻ്റെ പോസ്റ്റും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇവനെന്താണ്, മുഹമ്മദ് ഹിജാബ് എന്നാണ് ഇവന്റെ പേര്. കണ്ടില്ലേ? അവന്റെ മുഖം നന്നായിട്ടൊന്ന് നോക്കിക്കോ. ഇതുപോലൊരു ചെറ്റ തെണ്ടി വേറെ ഇല്ല. അതുകൊണ്ടാണ് നന്നായിട്ട് നോക്കാൻ പറഞ്ഞത്. നോക്കിയോ, ഇഫ് എനി ഇന്ത്യൻ മുസ്ലിം സൈഡ്സ് വിത്ത് ഇന്ത്യ ഓർ കാശ്മീർ, ഹി ബിട്രേസ് ദി ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ സമുദായം എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. ഇഫ് ഹി ഡിസൈഡ്സ് ഹിന്ദുത്വാസ് ട്രൈംസ് ഓവർ മുസ്ലിംസ്, ഹി ഹാസ് ഫാളൻ ഇൻ ടു disbelief. Whoever allies with them is of them.
ആൻഡ് അല്ലാഹ് ഡസ് നോട്ട് ഗൈഡ് ദി റോങ് ഡൂയിങ് പീപ്പിൾ. 5-ാം അധ്യായത്തിലെ 51-ാമത്തെ വചനമാണ് അവൻ പറയുന്നത്. ആദ്യം ഇവൻ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ ഇന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് ആ പോസ്റ്റ് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് പോസ്റ്റ്. കാരണം ഇതുപോലെയുള്ള ആളുകളെയൊക്കെ മറ്റുള്ളവർ കാണണം, അറിയണം. ഞാൻ NIA-യുടെ മെയിൽ ID-യും ഫോൺ നമ്പറും ഒക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിനകത്തുള്ളത് ഞാൻ NIA-യുടെ മെയിൽ ID സംഘടിപ്പിച്ചിരുന്നു, വാട്സാപ്പ് നമ്പർ സംഘടിപ്പിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്തണം കേട്ടോ. നമ്മള് ഈ രാജ്യത്തെ സേവിക്കണം. പട്ടാളക്കാർക്ക് മാത്രം അതിന്റെ ദൗത്യമുണ്ട് എന്ന് കരുതി നമ്മളൊക്കെ ഇടുക്കിൽ കയ്യും ചൊരുവി വീട്ടിൽ പോയി ഇരിക്കേണ്ടവരല്ല. നമ്മള് പോസ്റ്റ് ഇടുന്നു, കമന്റ് ഇടുന്നു, ലൈക്ക് അടിക്കുന്നു, ശരി, ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്, സ്നേഹമുണ്ട്, സഹകരണമുണ്ട്, സഹായമുണ്ട്. ശരിയാണ്, അത് പോരാ. ഇനി മുതൽ ആ പിന്തുണ മാത്രം പോരാ. നമ്മുടെ കൺവെട്ടത്ത് കാണുന്ന രാജ്യദ്രോഹികളാകുന്ന ഇത്തരം കൗമിനെ, ഇത്തരം സമുദായത്തെ, തീവ്രവാദികളെ NIA-യുടെ ശ്രദ്ധയിൽ എത്തിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അവനെടുത്ത കളഞ്ഞരെ ഷഹീം ഹസീന. അപ്പോ നമ്മുടെ ബാധ്യതയാണത്. ഇതുപോലെയുള്ള തീവ്രവാദികളെയും രാജ്യവിരുദ്ധരാകുന്ന ഭീകരരെയും നമ്മൾ കൃത്യമായി NIA-യെ അറിയിക്കണം. എങ്ങനെ? സ്ക്രീൻഷോട്ട് എടുക്കണം. അവരുടെ നമ്പർ കിട്ടുമെങ്കിൽ നമ്പര്, മെയിൽ ID കിട്ടുമെങ്കിൽ മെയിൽ ID. നമ്മളെ കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ കഴിയണം, സേവിക്കാൻ കഴിയണം. എന്തെങ്കിലും ഈ രാജ്യത്തിനു വേണ്ടി ചെയ്തു എന്ന് നമുക്കൊന്ന് സമാധാനിക്കാൻ കഴിയണ്ടേ? അപ്പൊ നമ്മുടെ ആ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ അത് ചെയ്യണം. ഇയാള് പറഞ്ഞത് കാശ്മീർ വിഷയത്തില്, ഇപ്പോ പഹൽഗാമിന്റെ വിഷയമാണല്ലോ ഉയർന്നു പൊങ്ങി നിൽക്കുന്നത്. അപ്പോ കാശ്മീർ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിമായിട്ടുള്ള ഒരാള് ഇന്ത്യയുമായി ചേർന്നാൽ, ഇന്ത്യയോട് പിന്തുണ പ്രഖ്യാപിച്ചാൽ, മനസ്സിലായോ, മുസ്ലിം സമുദായത്തെ അവൻ വഞ്ചിക്കുന്നവനാണ് എന്ന്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയോടൊപ്പമല്ല നിൽക്കേണ്ടത്, പാകിസ്ഥാനോടൊപ്പമാണ് എന്നാണ് അവൻ പറയുന്നത്. മനസ്സിലായോ? ഇനി അങ്ങനെ അവൻ അവിശ്വാസത്തിലേക്ക് വീണു പോകുമെന്ന് ഇന്ത്യയുടെ കൂടെ നിന്നാൽ അവരുമായി സഖ്യം സൗഹൃദം സ്ഥാപിക്കുന്നവനായി പോകും. അവൻ ഇന്ത്യക്കാരിൽ പെട്ടവനായി പോകും. അള്ളാഹു ഈ നാനാത്വത്തിൽ ഏകത്വത്തെ വിശ്വസിക്കുന്ന, ബഹുസ്വരതയെ അംഗീകരിക്കുന്ന മതേതര രാജ്യമായ ഇന്ത്യക്കാരെ നേർവഴിയിലാക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇന്ത്യക്കാരോടൊപ്പം നിൽക്കരുത് മുസ്ലിങ്ങളെ, ഇന്ത്യക്കാരോടൊപ്പം നിൽക്കരുത് മുസ്ലിങ്ങളെ. ചോദിക്കട്ടെ, ഇവൻ പറഞ്ഞത് എത്ര പേര് അംഗീകരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനിയും ഇവൻ പറഞ്ഞ ആ ഖുർആൻ വചനവും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് എടുത്തു തരാം. ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു കയ്യിൽ ഗ്രന്ഥവും മറു കയ്യിൽ ആയുധവുമായിട്ടാണ് എന്ന് ഞാൻ നിങ്ങളോട് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെയല്ല. ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് വിദ്വേഷം മാത്രമാണ്. മനുഷ്യനെ ഒരു രൂപത്തിലുമുള്ള നന്മ ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നില്ല. മനുഷ്യൻ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നില്ല. അയാൾ പറഞ്ഞ ആ വചനവും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. 5-ാം അധ്യായം മാഇദ, ഭക്ഷണത്തളിക. സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്നാരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കില്ല തീർച്ച. അപ്പോ കാശ്മീർ വിഷയത്തിൽ
ഇന്ത്യയുടെ താല്പര്യത്തോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ ആ ഇന്ത്യക്കാരെ അള്ളാഹു സ്നേഹിക്കില്ല, ഇഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. അള്ളാഹു സ്നേഹിക്കണമെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിലും പാകിസ്ഥാനികളോടൊപ്പം ഇന്ത്യക്കെതിരെ നിൽക്കണമെന്ന്. അല്ല, തീവ്രവാദത്തിന് വേണ്ടിയാണോ ഫണ്ട് വരുന്നത്, രാജ്യദ്രോഹത്തിന് വേണ്ടിയാണോ ഫണ്ട് വരുന്നത്, രാജ്യത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണോ ഫണ്ട് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആ മോളി കബീർ, വെടിവെക്കാൻ നീ പിസ്റ്റളുമായിട്ട് ഇങ്ങോട്ട് പോരെ, നിന്റെ തന്തയും കൂടി വിളിച്ചോ. ആദ്യം അവന്റെ തല നമുക്ക് തീർപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് നിന്റെ തല തീർപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് മതി ഞാൻ. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരെ കൊല്ലുവടാ, സംശയം എന്താ? നിന്റെ ഒന്നും കൈവിറക്കില്ല കാഫിറുകളെ കൊല്ലുന്നതിൽ. 29 ആളുകളെ പിടിച്ച് അവരുടെ മതം ചോദിച്ച് പാൻഡൂരിൽ ലിംഗം എന്താണ്, അറ്റം പോയിട്ടുണ്ടോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് കൊന്നില്ലേ? അവരെയൊക്കെ എടുത്ത് കളഞ്ഞേക്ക് കേട്ടാ.